ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റോയൽ മെക്ക് എന്നൊക്കെ നമ്മൾ പറയും. പെൺകുട്ടികൾ വളരെ കുറച്ചാണ് പണ്ട് കാലത്തൊക്കെയും ജോയിൻ ചെയ്യുക, ഒന്നോ രണ്ടോ പേരേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്കൊരു പേരുണ്ട്, മെക്ക് റാണി അല്ലേ? സിനിമയിലേക്കും കാണിക്കുന്ന കുറേ കാര്യങ്ങൾ പോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കറിയാം. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വിഭാഗം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് ആർമി എഞ്ചിനീയറിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ മിലിറ്ററി എഞ്ചിനീയറിംഗ് എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്നു. അതിന് ശേഷമാണ് എന്തുണ്ടായത്, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വിഭാഗം ആരംഭിക്കുന്നത്. അപ്പോൾ ആരംഭിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഒരു മെയിൻ അല്ലെങ്കിൽ കോറായിട്ടുള്ള ബ്രാഞ്ചാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ബ്രാഞ്ച്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സർവീസ് ബേസ്ഡിനേക്കാൾ കൂടുതലായിട്ട് പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തായാലും നല്ലൊരു ഭാവി ഉറപ്പാണ്, ജോലി ഉറപ്പാണ്. ഒന്നുമില്ലെങ്കിൽ റിഗിൽ പോയി വർക്ക് ചെയ്യാം എന്നൊക്കെയും നാടൻ പ്രയോഗങ്ങൾ പറയാറുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാലും മെക്കാനിക്കൽ എഞ്ചിനീയർമാർക്ക് നല്ല ഡിമാൻഡാണ്. നമുക്കറിയാം ജർമ്മനി എന്ന് പറയുന്ന രാജ്യം അല്ലേ, എല്ലാ തരത്തിലുള്ള ആഡംബര കാറുകൾ, മെഴ്സിഡസ് ബെൻസ് ആയാലും BMW ആയാലും വോക്സ് വാഗൻ എല്ലാം തന്നെ അവിടെയാണ് നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിട്ട് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാനൊക്കെയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല മികച്ച ഒരു കരിയർ ചോയ്സ് ആയിട്ട് നമുക്ക് പറയാനായി പറ്റും. ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ഈ പറയുന്ന കോഴ്സുകളെല്ലാം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നോക്കാം. ഒന്നാമത്തെ ഒരു കോളേജ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയാണ്. അവിടെ വരുന്ന ലാസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് 24,920. അതേപോലെ കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ 24,961 ആണ് ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത്. ഇനി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ നോക്കിക്കഴിഞ്ഞാലും ഇതേപോലെ 24,918 എന്ന് പറയുന്ന ഒരു റാങ്കിലാണ് വന്നിട്ടുള്ളത്. RIT കോട്ടയം 24,229. അപ്പം എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു 24,000 വന്ന് നിൽക്കുന്നത്. ഇനി MA കോളേജ് കോതമംഗലാണെങ്കിൽ 25,190 ആണ് ലാസ്റ്റ് റാങ്ക് അവിടെ ജോയിൻ ചെയ്ത കുട്ടിയുടെ മാർക്ക്. ഇനി NSS പാലക്കാട് നോക്കുകയാണെങ്കിലോ 25,283 ആണ് റാങ്ക് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ശ്രീകൃഷ്ണപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ 25,299 ആണ് കട്ട് ഓഫ്. ഇതൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലത്തെ ലാസ്റ്റ് സീറ്റ് എന്ന് പറയുന്നത് 9,781 ആണ്. അപ്പോൾ 10,000 ഉള്ളിൽ നിങ്ങൾക്ക് റാങ്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യമാവാം. TKM കോളേജ് കൊല്ലത്തിൽ കഴിഞ്ഞ കൊല്ലം 17,489 ആയിരുന്നു കട്ട് ഓഫ് റാങ്ക് വന്നത്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരത്തിലത്തെ ബാർട്ടൺ ഹിൽ കോളേജിൽ 15,789 ആണ് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ ഏറ്റവും മികവാർന്ന ക്യാമ്പസ് എന്നൊക്കെ പറയുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്ത് 4,287 റാങ്കുള്ള കുട്ടിയാണ് നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് BTechന് പ്രവേശനം നേടിയത്. വയനാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടിയുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ 19,693 ആണ് റാങ്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു അനാലിസിസ് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CET തിരുവനന്തപുരമാണ് ദ ബെസ്റ്റ് കോളേജ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് GEC തൃശ്ശൂരും നമുക്ക് പരിഗണിക്കാവുന്ന കോളേജാണ്. അതേപോലെ തന്നെ TKM കൊല്ലം നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ജോലികളൊക്കെ ഈസി ആയിട്ട് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
എനിക്ക് പറയാനായിട്ടുള്ള ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾക്ക് ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നല്ലൊരു ഓപ്ഷനാണ്. കാരണം സാധാരണയായിട്ട് ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് ഒരേ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഉഴപ്പി നടന്നു. കാരണം കുറേ കൂട്ടുകാരുണ്ട്, ബോയ്സ് എല്ലാവരും ഉണ്ട് അല്ലേ. അപ്പം എല്ലാവരും അവരുടെ പെങ്ങളുടെ നല്ല രീതിയിൽ നോക്കുന്ന കാരണം കൊണ്ട് തന്നെ ഇവള് സുഖമായിട്ട് ഉഴപ്പി നടന്നു. ഫൈനൽ ഇയർ വന്നു കഴിഞ്ഞപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കമ്പനിയിൽ വേക്കൻസി എന്ന് പറയുന്നത് ലേഡീസ് വേക്കൻസിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവള് മാത്രമേ ഉള്ളൂ, ആ കോളേജിലെ അവള് മാത്രമേ ഉള്ളൂ മെക്കാനിക്കലിൽ. അപ്പോൾ അവൾക്ക് കൺഫേം ആയിട്ട് ജോലി കിട്ടി അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോലി എളുപ്പം കിട്ടാനായിട്ടുള്ള ഒരു ചെറിയൊരു ടെക്നിക്കും ടാറ്റിക്കുമാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എളുപ്പം അവർക്ക് ജോലിക്ക് കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലേഡീസ് ഓൺലി എൻട്രി എന്ന് പറയുന്ന സമയത്ത് ആൺകുട്ടികളെ പിന്തള്ളിക്കൊണ്ട് ഭംഗിയായിട്ട് അവർക്ക് കറങ്ങണ കസേരയിലിരിക്കുക അല്ലേ. അപ്പോൾ ഇതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. കേരളത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ആണ് കഴിഞ്ഞ വർഷത്തെ റാങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആണ്. അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോളേജുകളിൽ പ്രവേശനം നേടിയെടുക്കാവുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ എഞ്ചിനീയേഴ്സ്.